വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനങ്ങൾ. ഉണ്ണീശോയുടെ വിശുദ്ധ ത്രേസ്യയെപ്പറ്റി ഒരു സ്വപ്നമുണ്ടായത് എഴുതാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അപ്പോൾ നോവിഷ്യേറ്റിലായിരുന്നു. എങ്ങനെ തരണം ചെയ്യുമെന്ന് കരുതിയ ചില സഹനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ബാഹ്യമായവയുമായി ബന്ധപ്പെട്ട ആന്തരിക പ്രയാസങ്ങളായിരുന്നു അവ. പല വിശുദ്ധരോടും ഞാൻ നൊവേന നടത്തി. എന്നാൽ സഹനങ്ങൾ കൂടി വരികയാണ് ചെയ്തത്. ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. പെട്ടെന്ന് ഉണ്ണീശോയുടെ വിശുദ്ധ ത്രേസ്യയോട് പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രേരണ ലഭിച്ചു. ഈ പുണ്യവതിയുടെ പേരിൽ ഒരു നൊവേന ഞാൻ ആരംഭിച്ചു. മഠത്തിൽ ചേരുന്നതിന് മുൻപ് ഈ പുണ്യവതിയോട് എനിക്ക് വലിയ ഭക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭക്തിയിൽ ഞാൻ ഉപേക്ഷ വരുത്തിയിരുന്നു. എന്നാൽ ഈ ആവശ്യത്തിനായി ഞാൻ വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. നൊവേനയുടെ 5-ാം ദിവസം ഞാൻ വിശുദ്ധ ത്രേസ്യയെ സ്വപ്നം കണ്ടു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പോലെയാണ് കണ്ടത്. ഒരു വിശുദ്ധയാണെന്ന് വെളിപ്പെടുത്താതെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക. ഞാനും വളരെ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്നും സഹിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവൾ വളരെ സഹിച്ചെന്ന് എനിക്ക് ബോധ്യമാകുന്ന വിധത്തിൽ സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, 3 ദിവസത്തിനുള്ളിൽ ഈ പ്രയാസങ്ങളെല്ലാം സന്തോഷപ്രദമായി പര്യവസാനിക്കും. എന്നാൽ ഞാൻ അവരെ വിശ്വസിക്കായികയാൽ അവൾ ഒരു വിശുദ്ധയാണെന്ന് വെളിപ്പെടുത്തി. എന്റെ ആത്മാവ് ആനന്ദപൂരിതമായി. ഞാൻ അവരോട് ചോദിച്ചു, നീ ഒരു വിശുദ്ധയാണോ? അതെ, അവൾ മറുപടി പറഞ്ഞു, ഞാൻ ഒരു വിശുദ്ധയാണ്. 3 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങൾക്ക് തീരുമാനമാകും. ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ട ത്രേസ്യ, ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് എന്നോട് പറയുമോ? അവൾ മറുപടി പറഞ്ഞു, ഉവ്വ്, സഹോദരി സ്വർഗത്തിൽ പോകും. ഞാനൊരു വിശുദ്ധയാകുമോ? അതിന് ഇപ്രകാരം ഉത്തരമരുളി, ഉവ്വ്, നീ ഒരു വിശുദ്ധയാകും. എന്നാൽ കൊച്ചു ത്രേസ്യ, നിന്നെപ്പോലെ ഞാൻ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധയാകുമോ? അവൾ പറഞ്ഞു, ഉവ്വ്, എന്നെപ്പോലെ നീയും ഒരു വിശുദ്ധയാകും. എന്നാൽ നീ കർത്താവ് ഈശോയിൽ ആശ്രയിക്കണം. പിന്നീട് എന്റെ അപ്പനും അമ്മയും സ്വർഗത്തിൽ പോകുമോ എന്ന് ഞാൻ ചോദിച്ചു. അവർ പോകുമെന്ന് വിശുദ്ധ മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, എന്റെ സഹോദരിമാരും സഹോദരന്മാരും സ്വർഗത്തിൽ പോകുമോ? അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. വ്യക്തമായ ഒരു മറുപടി തന്നില്ല. അവർക്ക് വളരെ പ്രാർത്ഥന ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു സ്വപ്നമായിരുന്നു. പഴഞ്ചൊല്ലിൽ പറയുന്ന പോലെ സ്വപ്നങ്ങൾ മായാസൃഷ്ടികളാണ്. ദൈവം വിശ്വാസമാണ്. എന്തായാലും അവർ പറഞ്ഞ പോലെ 3 ദിവസത്തിനുള്ളിൽ ആ പ്രയാസങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തീരുമാനമായി. അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. അതൊരു സ്വപ്നമായിരുന്നെങ്കിലും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടായിരുന്നു.